وبه نستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمد وآله وصحبه أجمعين الحمد لله أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ربي يسر ولا تعسر رب تمم بالخير والسعادة അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും മറന്നും മനഃപൂർവ്വമൊക്കെയായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഖൽബിൽ ഈമാനും ഇഖ്ലാസും തഖ്വയും ഇഷ്ഖും മഹബ്ബത്തും തന്ന അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റിയാ, ഉജുബ്, അമലുകളെ ബാത്തിലാക്കി പോകുന്ന മറ്റ് ഖൽബിയായ മറുതുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഖൽബിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെയൊക്കെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വിശുദ്ധ ഖുർആന്റെ തജ്വീദ് അനുസരിച്ചുള്ള പഠന പാരായണമാണ് നമുക്കിനി ഇവിടെ നടക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആലിമീങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് എടുത്തിരുന്ന ഉസ്താദുമാർക്ക്, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പ്രവർത്തകർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് തജ്വീദിയായ കുറച്ച് ഇൽമ് ഇവിടുന്ന് ഇങ്ങനെ കൈമാറാം. സാക്കിനായ നൂനും തൻവീനും, ഈ സാക്കിനായ നൂന്റെയും തൻവീന്റെയും വിവിധ വശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഹൽക്കിന്റെ അക്ഷരത്തിന് മുമ്പുണ്ടാകുന്ന അവസ്ഥ, ബാഇന്റെ മുമ്പ് വരുമ്പോഴുള്ള പ്രത്യേകത, നൂന്, വാവ്, മീമ്, യാ എന്നീ ഹർഫുകൾക്ക് മുമ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ലാമ്, റാ എന്നീ ഹർഫുകൾക്ക് മുമ്പ് ഉണ്ടാകുന്ന അവസ്ഥകൾ, ബാക്കിയുള്ള 15 അക്ഷരങ്ങൾക്ക് മുമ്പുണ്ടാകുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇങ്ങനെ 5 നിയമങ്ങളാണ് സാക്കിനായ നൂനിനും തൻവീനിനും ഉള്ളത്. ഇദ്ഹാർ വെളിവാക്കലാണ്. സാക്കിനായ നൂനിനെയും തൻവീനെയും ഹൽക്കിന്റെ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ ഈ സാക്കിനായ നൂനിനെയും തൻവീനെയും വെളിവാക്കി വ്യക്തമാക്കി ഓതുന്ന ഒരു ശൈലിയാണ് ഇദ്ഹാർ. നമ്മുടെ ഫാത്തിഹയിൽ അൻഅംത പോലെ, അൻഅംത കണ്ടില്ലേ, സാക്കിനായ നൂൻ ഐന് വന്നു, അൻഅംത നമ്മൾ വെളിവാക്കിയിട്ടാണ് ഓതിയത്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയും. നേരത്തെ വിശദീകരിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് അവിടെ ഷോർട്ടാക്കിയത്. ഇദ്ഹാറിന്റെ ഇദ്ഹാറിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇദ്ഹാർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇദ്ഗാം ബിഗുന്ന എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇദ്ഗാം ബിലാ ഗുന്ന എന്താണെന്നും ഇഖ്ഫാ എന്താണെന്നും ഇഖ്ലാബ് എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇദ്ഗാം ബിഗുന്ന നമ്മൾ പറഞ്ഞു, സാക്കിനായ നൂന്റെയും തൻവീന്റെയും ശേഷം നൂന്, വാവ്, മീമ്, യാ എന്നീ ഹർഫുകൾ, ഈ ഹർഫുകൾ വരുന്ന സമയം, ഈ ഹർഫുകൾ വരുമ്പോൾ ഇവകളെ, ഈ സാക്കിനായ നൂനെയും തൻവീനെയും ഗുന്നത്തോടുകൂടി, മണിക്കലോടുകൂടി പറയപ്പെട്ട ഹർഫിലേക്ക് ചേർക്കുന്നതിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുക. പിന്നെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ലാമ്, റാ എന്നീ ഹർഫുകൾ ഈ പറയപ്പെട്ട സാക്കിനായ നൂന്റെയും തൻവീന്റെയും ശേഷം വരുമ്പോൾ
സാക്കിനായ നൂനെയും തൻവീനെയും ആ ഹർഫിലേക്ക് ചേർത്ത് ഉന്നത്തില്ലാതെ കേവലം ഇദ്ഗാം മാത്രമായി ചേർക്കൽ മാത്രമായി മണിക്കൽ കൂടാതെ ഉണ്ടാകുന്ന ഒരവസ്ഥക്കാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുക. ഉദാഹരണത്തിന് വലാകിൻ ലാ യഅലമൂൻ കണ്ടില്ലേ, വലാകിൻ ലാ യഅലമൂൻ. അവിടെ വലാകിൻ എന്ന കാഫിന് ശേഷമുള്ള നൂന് സാക്കിനായ നൂനാണ്. വലാകിൻ ശേഷം വന്നു ലാ യഅലമൂൻ എന്ന ലാ എന്ന ഹർഫ് വന്നു. ഇവിടെ സാക്കിനായ നൂനെ നമ്മൾ മണിക്കാതെ ഉന്നത്തില്ലാതെ ലായിലേക്ക് ഇദ്ഗാം ചെയ്യുകയാണ്, ചേർക്കുകയാണ്. വലാകിൻ ലാ യഅലമൂൻ, വലാകിൻ ലാ എന്ന് പറയാൻ പാടില്ല, മണിക്കാൻ പാടില്ല. കുല്ലുല്ലഹു, കുല്ലുല്ലഹു, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. പിന്നെയും ആരെങ്കിലൊക്കെ പുതുതായി ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വിചാരിച്ചിട്ട് തുടക്കം പോലെ പറയുന്നു എന്ന് മാത്രം. പിന്നെ ഇഖ്തിലാബിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇഖ്തിലാബ് ഇത് സാക്കിനായ നൂന്റെയും തൻവീനും ബാ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇഖ്തിലാബ് മറിച്ച് മണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സാക്കിനായ നൂന്റെയും തൻവീനെയും മീമാക്കി മറിച്ച് മണിക്കലാണ്. അംബിയ കണ്ടില്ലേ, അംബിയ ഇവിടെ അൻബിയ എന്നുണ്ടാവുക. ഈ എന്നുള്ള സാക്കിനായ നൂനെ മീമാക്കി അംബിയ ഇങ്ങനെ മണിച്ചു ഉച്ചരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇഖ്തിലാബ് എന്ന് പറയുക. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞത് ഇഖ്ഫായിനെ കുറിച്ചാണ്. ഇഖ്തിലാബിന്റെയും ഇദ്ഗാം ബിഗുന്ന ബിലാ ഗുന്ന ഇദ്ഹാറിന്റെയും അക്ഷരങ്ങൾ പറഞ്ഞപ്പോൾ ബാക്കി 15 അക്ഷരങ്ങൾ വന്നു. ഈ അക്ഷരങ്ങൾ സാക്കിനായ നൂന്റെയോ തൻവീന്റെയോ ശേഷം വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഇഖ്ഫാ. അതായത് മറച്ച് മണിക്കുക എന്ന് പറയും. സാക്കിനായ നൂനെയും തൻവീനെയും മറച്ച് മണിക്കുക, ഇഖ്ഫാ. മൻസൂറ അവിടെ സാദ് വന്നു സാക്കിനായ നൂനിന് ശേഷം. സാദ് ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അപ്പം അവിടെ സാക്കിനായ നൂനെ അവ്യക്തമാക്കി നമ്മൾ ഓതിക്കഴിഞ്ഞു. മൻസൂറ അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. മൻസൂറ, മൻസൂറ എന്ന് ഓതാൻ പാടില്ല. മൻസൂറ മിൻ സിയാമിൻ ബിരീഹിൻ സർസർ എന്നിങ്ങനെയൊക്കെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി സാക്കിനായ നൂന്റെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സാക്കിനായ മീമിന്റെ നിയമങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. സാക്കിനായ മീമിന്റെ നിയമങ്ങൾ, സാക്കിനായ നൂന്റെയും തൻവീന്റെയും നിയമങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സാക്കിനായ മീമിന്റെ അഹ്കാമുൽ മീമുസ് സാക്കിന, അഹ്കാമുൽ മീമിസ് സാക്കിന, സാക്കിനായ മീമിന്റെ ഹുക്മുകളെ സംബന്ധിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ 3ആണ്. ഒന്ന് ഇദ്ഗാം, മറ്റൊന്ന് ഇഖ്ഫാ, മറ്റൊന്ന് ഇദ്ഹാർ. സാക്കിനായ നൂനും തൻവീനിക്കും 5 നിയമങ്ങൾ ഉണ്ടാവും. എന്നാൽ സാക്കിനായ മീമിക്ക് 3 നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇദ്ഹാറും ഇഖ്ഫാഉം ഇദ്ഗാമും എന്നീ 3 നിയമങ്ങളാണ്. നമുക്ക് ആദ്യം ഇദ്ഗാം എന്താണെന്ന് നോക്കാം. സാക്കിനായ മീമിന് ശേഷമുള്ള ഇദ്ഗാം എന്താണെന്ന് നോക്കാം. സുക്കൂനുള്ള മീം മീമിനോടടുത്ത് വന്നാൽ രാഗത്തോടുകൂടി, അതായത് ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. ഇതാണ് അഹ്കാമുൽ മീമിന്റെ, സാക്കിനായ മീമിന്റെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉദാഹരണം, മാലഹും മിനല്ലാഹി, മാലഹും മിനല്ലാഹി കാണില്ലേ, മാലഹും മിനല്ലാഹി. ഇവിടെ മാലഹും, ഹും, മാലഹും എന്നതിലെ അവസാനത്തെ മീം സുക്കൂനുള്ള മീമാണ്. മാലഹും ശേഷം അതാ വരുന്നു മിനല്ലാഹി, കസറുള്ള മീം. മിനല്ലാഹി കസറുള്ള മീമാണ് മാലഹും എന്നതിന് ശേഷം വരുന്നത്. അപ്പം സുക്കൂനുള്ള മീമാകുന്ന നമ്മുടെ സാക്കിനായ മീം, ആ സാക്കിനായ മീമിന് ശേഷം
മുതഹരിക്കായ ഹർക്കത്തുള്ള ഒരു മീമ് വന്നു. അപ്പോൾ സുക്കൂറുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് അവിടെ ഒറ്റ മീമ് പോലെയാക്കി ഓതുകയാണ് മണിച്ചിട്ട് മാലഹും മിനല്ലാഹി അങ്ങനെ ഓതുന്നു. അമ്മൻ അസ്സസ അമ്മൻ അസ്സസ കണ്ടില്ലേ? അമ്മൻ അസ്സസ അമ്മ അമ്മൻ ഒറ്റ മീമുള്ള പോലെ ഓതുകയാണ്. അമ്മൻ അവിടെ രണ്ട് മീമാണ്. അം മൻ അം മൻ അം എന്ന അവസാനത്തെ സുക്കൂറുള്ള മീമിനെ മൻ എന്ന് തുടങ്ങുന്ന ഫതഹായ മുതഹരിക്കായ മീമിലേക്ക് ചേർത്ത് ഉന്നത്തോടുകൂടി ഓതിയിരിക്കുകയാണ്. അമ്മൻ. ഇതാണ് സുക്കൂറുള്ള മീമിന്റെ ഇദ്ഗാം എന്ന് പറയുന്ന അവസ്ഥ. ഇനി നമുക്ക് ഇഖ്ഫാനെ കുറിച്ച് പരിശോധിച്ച് നോക്കാം. ഇഖ്ഫാ സുക്കൂറുള്ള മീമിനിക്ക് 3 നിയമങ്ങളാണുള്ളത്. ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ. നമുക്ക് ഇഖ്ഫാ എന്താണെന്ന് നോക്കാം. എങ്ങനെ ഇഖ്ഫാ വരുന്നത് നോക്കാലോ. അത് സുക്കൂറുള്ള മീം ബാഇനോട് അടുത്ത് വരുമ്പോഴാണ് ഈ നിയമം വരുന്നത്. സുക്കൂറുള്ള മീം ബാഇനോട് ചേർന്ന് വരുമ്പോഴാണ്, ബാ എന്ന ഹർഫിനോട് സുക്കൂറുള്ള മീം ചേർന്ന് വരുമ്പോഴാണ് ഇഖ്ഫാ സംഭവിക്കുക. സുക്കൂറുള്ള മീം ബാഇനോട് അടുത്ത് വന്നാൽ അതിനെ രാഗത്തോടുകൂടി അവ്യക്തമാക്കണമെന്നാണ് ബലപ്പെട്ട അഭിപ്രായം. ഉന്നത്ത് കൂടാതെ വ്യക്തമാക്കാമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ചിലരുടെ അടുത്ത് ഉന്നത്ത് കൂടാതെ വ്യക്തമാക്കാം എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് മുഖ്താറായ അഭിപ്രായം തന്നെ എടുക്കാം. മുഖ്താറായ അഭിപ്രായം, ബലപ്പെട്ട അഭിപ്രായം ഉന്നത്തോടുകൂടി അവ്യക്തമാക്കണമെന്നാണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ നിയമം തന്നെ, നമുക്ക് ആ മുഖ്താറായ ബലപ്പെട്ട അഭിപ്രായം തന്നെ, സിഖത്തുള്ള അഭിപ്രായം തന്നെ ഈ വിഷയത്തിൽ നമുക്ക് എടുക്കാം. ഉദാഹരണം നോക്കൂ. മാലഹും ബിഹി മിൻ ഇൽം. മാലഹും ബിഹി കണ്ടില്ലേ? മാലഹും ബിഹി. മാലഹും അവിടെ മാലഹും അവിടെ മീമിന് സുക്കൂനാണ്. ശേഷം അതാ വരുന്നു ബി, ബാ, ബിഹി, ബാ വന്നു. അപ്പോൾ ഉന്നത്തോടുകൂടി മീമിനെ അവ്യക്തമാക്കി ഉച്ചരിക്കാൻ മാലഹും ബിഹി, മാലഹും ബിഹി. എന്നാൽ മാലഹും ബിഹി എന്നിങ്ങനെ വ്യക്തമാക്കിയും ഓതാമെന്നും പറഞ്ഞ ആളുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഏറ്റവും മുഖ്താറായത്, സിഖത്തുള്ളത്, ബലപ്പെട്ട അഭിപ്രായം മാലഹും ബിഹി എന്ന് അവ്യക്തമാക്കി, മീമിനെ അവ്യക്തമാക്കി, സുക്കൂറുള്ള മീമിനെ അവ്യക്തമാക്കി ഓതലാണ് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം. ഫമാഹും ബിമുഅ്ജിസീൻ, ഫമാഹും ബിമുഅ്ജിസീൻ. അവിടെയൊക്കെ സുക്കൂറുള്ള മീമിന് ശേഷം ബാ വന്നപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്, ഇഖ്ഫായിന്റെ അവസ്ഥയാണ്. ഇനി നമുക്ക് ഇദ്ഹാർ എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 3 നിയമങ്ങളുടെ സാക്കിനായ മീമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്കാതെ നമുക്ക് ഈ 3 നിയമങ്ങൾ ഒന്നിച്ചങ്ങ് പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുക്കൂനായ മീമിന് ശേഷം ഏതൊക്കെ ഹർഫ് വരുമ്പോഴാണ് ഇദ്ഗാമും ഇഖ്ഫാവും എന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെ ഹർഫുകൾ വരുമ്പോഴായിരുന്നു സാക്കിനായ മീമിന് ശേഷം ഇദ്ഗാമ് വരുന്നത്? സാക്കിനായ മീമിന് ശേഷം ഏത് ഹർഫ് വരുമ്പോഴാ? മറന്നുപോയോ? സാക്കിനായ മീമിന് ശേഷം ഏത് ഹർഫ് വരുമ്പോഴാണ് ഇദ്ഗാമ് വരുന്നത്? മീമ് വരുമ്പോഴാണ് അല്ലേ? എന്റെ ശബ്ദമാരും കേൾക്കുന്നില്ല അല്ലെ? സാക്കിനായ മീമിന് ശേഷം മീമ് വരുമ്പോഴാണ് ഇദ്ഗാം വരുന്നത്. എന്നാൽ ഇഖ്ഫാ വരുന്നത് എപ്പോഴാണ്? സാക്കിനായ മീമിന് ഇഖ്ഫാ കിട്ടുന്നത് എപ്പോഴാണ്? ഏത് ഹർഫ് വരുമ്പോഴാണ്? സാക്കിനായ മീമിന് ഇഖ്ഫാ കിട്ടുന്നത് ഏത് ഹർഫ് വരുമ്പോഴാണ്? ബാ വരുമ്പോഴാണ്. ഇനി ഈ മീമും ബാവും അല്ലാതെ ഏത് ഹർഫ് വന്നാലും അത് ഇദ്ഹാറാണ്, വെളിവാക്കുകയാണ് വേണ്ടത്. അവിടെ സാക്കിനായ മീമിനെ വെളിവാക്കുകയാണ് വേണ്ടത്. സാക്കിനായ നൂന്റെ നിയമമല്ല കേട്ടോ പറയുന്നത്, സാക്കിനായ മീമിന്റെ നിയമമാണ്. പ്രത്യേകം മനസ്സിലാക്കണം. സാക്കിനായ നൂനിന്റെ നിയമം ഒന്ന് വേറെ, മീമിന്റെ നിയമം ഒന്ന് വേറെ. ഇത് സാക്കിനായ മീമിന്റെ നിയമമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സാക്കിനായ മീമിന് ശേഷം മറ്റ് ഏത് ഹർഫ് വന്നാലും, ബാവും മീമും അല്ലാതെ മറ്റ് ഏത് ഹർഫ് വന്നാലും വെളിവാക്കൽ
നിർബന്ധമാണ്, ഇദ്ഹാറാണ് നിർബന്ധം. അതാ അതായത് നമ്മൾ പറയാൻ പോകുന്നത്. ബ മീം ഒഴിച്ചുള്ള 26 അക്ഷരത്തിന് തൊട്ട് മുമ്പും സുക്കൂനുള്ള മീം വന്നാൽ അതിനെ വ്യക്തമാക്കണം. വാവ് ഫാ, വാവ് ഫാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മീമും വാവും ഫാവും ഒക്കെ ഒരേ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന ഹർഫുകളാണ്. ഹുറൂഫ് ഷഫത്താണ്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകളാണ് മീം, വാവ്, ഫ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സാക്കിനായ മീമിന് ശേഷം വാവ് അതുപോലെ ഫ വരികയാണെങ്കിൽ ഇവിടെ പ്രത്യേക മീമിനെ വെളിവാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം അവിടെ വഖഫിന്റെ മഖാമല്ല, വഖഫ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നങ്ങ് നിർത്തിക്കൂടാ. അപ്പൊ നിർത്താൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ മാത്രമല്ല മീമിന് ശേഷം വാവ് വരികയാണ്. നമ്മൾ നിർത്താതെ സ്പീഡിലങ്ങ് ഓതുമ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വാ അലൈഹിം വാ അലൈഹിം വാ എന്ന് പറയുമ്പോ മീമ് ഈ അതിന്റെ യഥാർത്ഥ മഖ്റജിൽ മീമ് വരൂല. അലൈഹിം വാ എന്ന് പറയുമ്പോ അലൈഹിൻ വാ എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അതായത് ഇദ്ഗാമും ബിഗുന്നയുടെ അവസ്ഥയാണ് അവിടെ ഉണ്ടാകുക. മനസ്സിലാകുന്നുണ്ട്? ശരിക്കും മനസ്സിലാക്കണം, ഈ വിഷയം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അലൈഹിൻ വാ എന്ന് ഹാക്ക് തൻവീന് കൊടുത്ത് ആ തൻവീനെ വാവിലേക്ക് ചേർത്ത് നമ്മൾ തൻവീന്റെ സ്ഥലത്ത് പറഞ്ഞിരുന്ന ഇദ്ഗാം ബിഗുന്ന അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അലൈഹിം വാ എന്ന് പറയുമ്പോൾ അലൈഹിം വാ അത് വരാതെ അവിടെ അലൈഹിം ചുണ്ട് ശരിക്കൊന്ന് പൂട്ടണം. അലൈഹിം എന്ന് ശരിക്ക് ചുണ്ട് പൂട്ടിയതിനു ശേഷം അത് മീമിനെ ശരിക്ക് വ്യക്തമായി ഉച്ചരിച്ചതിന് ശേഷം മാത്രമേ വ എന്ന് പറയാൻ പറ്റൂ. അലൈഹിം വലദ്ദാല്ലീൻ. അലൈഹിം ശരിക്ക് ചുണ്ട് പൂട്ടണം. അപ്പൊ ചുണ്ട് പൂട്ടേണ്ടിയിട്ട് അവിടെ നിർത്തി പിന്നെ വലദ്ദാല്ലീൻ എന്നെടുക്കാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അത് എടുത്ത് അവിടെ ഇങ്ങനെ ശീലിക്കണം. നമ്മൾ ശീലിക്കണം. അലൈഹിം ഉദാഹരണത്തിന് അലൈഹിം ചുണ്ട് ശരിക്ക് പൂട്ടുന്നു, പിന്നെ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് പിടിക്കുകയാണ് വാ പറയാൻ വേണ്ടി. വാ പറയുകയാണെങ്കിൽ ചുണ്ട് കൂർപ്പിച്ച് പിടിക്കണമല്ലോ, അല്ലാതെ പല്ലിൽ തട്ടി ഫാ പറയും പോലെ വാ പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഫാവിന്റെ മഖ്റജും വാവിന്റെ മഖ്റജും ചില ആളുകൾക്ക് ഒരുപോലെ ആയിരിക്കും, ചെറിയ വ്യത്യാസമേ കാണുള്ളൂ. വാ 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 എന്നിങ്ങനെ പറയും. ഇങ്ങനെ താഴത്തെ ചുണ്ട് മേത്തെ മുൻപല്ലിന്റെ തലയിൽ തട്ടിച്ചിട്ട് വാ എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. വാ പറയേണ്ടത് ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചിട്ടാ. വാ വാ. അലൈഹിം എന്ന് ചുണ്ട് പൂട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വായ തുറന്ന് വാ എന്ന് ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് എടുക്കണം. അങ്ങനെ എടുത്ത് നമ്മൾ ശീലിക്കണം. അലൈഹിം വലദ്ദാല്ലീൻ. ആ സമയത്തോടെ ശക്ത വരാനോ അല്ലെങ്കിൽ വഖഫ് വരാനോ ഒന്നും പാടില്ല. അപ്പൊ ആ ശ്രദ്ധിക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അങ്ങനെ ഓതി നമ്മൾ ശീലിക്കണം. അലൈഹിം ചുണ്ടിങ്ങനെ പൂട്ടി അലൈഹിം കണ്ടില്ലേ, പൂട്ടി കണ്ടില്ലേ? എന്ന് നമ്മൾ വായ തുറക്കുകയാണ്, വായ ഫ്രീ ആക്കി വെക്കുകയാണ്. അലൈഹിം വ ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചെടുക്കണം നമ്മൾ. വാ എന്നെടുക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ വാ പറയാ. വാ ആളുകൾ വാ എന്ന് പറയുമ്പോ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ ഈ താഴത്തെ ചുണ്ട് മേത്തെ മുൻപല്ലിന്റെ തല്ലിലിങ്ങനെ തട്ടിച്ചിട്ട് വാ എന്ന് പറയാറുണ്ട്. അത് മഹാബദ്ധാണ്. ഫായിന്റെ മഖ്റജാണ്. ഫായിന്റെ മഖ്റജും വാവിന്റെ മഖ്റജും ഒന്നല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറയണം, നമ്മൾ മലയാളത്തിൽ സാധാരണ ഉച്ചരിക്കുന്ന ഒരു ഉച്ചാരണ ശൈലി ഖുർആനിൽ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ആ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് തജ്വീദിന് പ്രത്യേക നിയമങ്ങളും അക്ഷരത്തിന്റെ മഖ്റജുകളും നമ്മൾ പ്രത്യേകം പഠിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഈ തജ്വീദിന്റെ ആവശ്യകത, തജ്വീദ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് നമുക്കൊരു വിശദീകരണം നമുക്ക് നടത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. തജ്വീദ് എന്തിനായിരുന്നു? പല അക്ഷരങ്ങളുടെയും ഉച്ചാരണം നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾക്കിപ്പം അറബികളല്ലാത്തവർക്ക് അറബിയിൽ പ്രത്യേകമുള്ളത് ഐനാണ്, ഗൈന്, ഖ,
തുടങ്ങിയ അക്ഷരങ്ങൾ, ദ്വാദ്, വാ തുടങ്ങിയ അക്ഷരങ്ങൾ മാത്രമേ അറബി അല്ലാത്ത ഭാഷയിലുള്ളൂ. എന്നിട്ട് മറ്റക്ഷരങ്ങൾക്കും ഈ അക്ഷരങ്ങൾക്കും ഒക്കെയും പ്രത്യേകം മഖ്റജുകൾ എന്തിനു പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിശദീകരണം, ഞാൻ ആ വിഷയം നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഈ വിഷയം സ്ഥലത്തെത്തേത് മനസ്സിലാക്കിയിട്ടാണ് അവൻ പറഞ്ഞു വരുന്നത്. അലൈഹിം, ഇവിടെ ചുണ്ട് പൂട്ടണം. അലൈഹിം, ചുണ്ട് പൂട്ടിയതിനു ശേഷം, ശരിക്കും ചുണ്ട് രണ്ടും പ്രസ് ആയതിനു ശേഷം അലൈഹിം. ഈ പ്രസ്സിങ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് മീം ഉച്ചരിക്കുമ്പോൾ ഈ ചുണ്ടുകൾക്കിടയിൽ ഒരു വ്യത്യാസം ഇല്ല. ഒന്ന് പിന്നെ പുറത്തേക്ക് തള്ളിയിട്ടും ഒന്ന് ഉള്ളിലേക്ക് കൂടി അവസ്ഥയില്ല. ശരിക്കും സെയിം ആയിരിക്കും, രണ്ട് ചുണ്ടും ഒരുപോലെ പ്രസ്സായിരിക്കും. അലൈഹിം, കണ്ടില്ലേ? അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വായ ഫ്രീ ആക്കിയിട്ട് പിന്നെ വാവെടുക്കുകയാണ്. ഒന്നും കൂടി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. അലൈഹിം വലദ്ദാല്ലീൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാ. കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായി. അലൈഹിം വ, അലൈഹിം വ, അത് ശീലിക്കണം നമ്മൾ. ഫാ അങ്ങനെ തന്നെ, ഫാ വരുമ്പോഴും അങ്ങനെ തന്നെ, ഫാ വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ആ വിഷയം. ഹും ഫീഹാ, ഹും ഫീഹാ, ഹും ഫീഹാ ഖാലിദൂൻ. അവിടെ അങ്ങനെ തന്നെ ഹും ഫീഹ. ശരിക്ക് മീമിന്റെ സുക്കൂൻ ശരിക്ക് പറഞ്ഞതിന് ശേഷം ഫീ എടുക്കുക. അവിടെ പിന്നെ ചുണ്ട് കൂർപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു അക്ഷര ഫാ. വാവ് എടുക്കുമ്പോൾ പ്രയാസകരം ഫാ എടുക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ മീം അവ്യക്തമായി പോകും. കണ്ടില്ലേ? മീമും വാവിന്റെയും ഫായിന്റെയും അടുത്ത് സാക്കിനായ മീം വരുമ്പോൾ അതിനെ പ്രത്യേകം വെളിവാക്കിയിട്ടില്ല എങ്കിൽ എന്തായി പോകും? അവിടെ മീം അവ്യക്തമായി പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമാക്കാൻ വേണ്ടി എന്ത് പാടില്ല? മുറിക്കാൻ പാടില്ല, അത് നിർത്തിയിട്ട് ഓതാൻ പാടില്ല എന്ന് പ്രത്യേകം അവിടെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട് ആ വിഷയം. നമുക്കിനി ഖുർആനിലേക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. കണ്ടില്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞ ഒരുപാട് നിയമങ്ങൾ. മിൻഹ ഇൽഹാർ, ഷിഅ്തും റഗദൻ, അത് സാക്കിനായ മീമിന്റെ ഇൽഹാറിന്റെ സ്ഥലം. സാക്കിനായ മീമിനും റാ വന്നു. ഷിഅ്തും റഗദൻ. മുസ്ഹഫിൽ നോക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ റഗദൻ അവിടെ തൻവീന് ശേഷം വാവ്, തൻവീനും വാവും വ്യത്യസ്ത കലിമത്തുകളിലായി പദങ്ങളിലായി വന്നു. അപ്പോൾ ഇദ്ഗാമും ബിഗുന്ന. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു, വീണ്ടും കണ്ടില്ലേ? വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, കണ്ടില്ലേ? തൻവീനും നൂന് വന്നു. ഹിത്തത്തുന്ന. വസനസീദുൽ മുഹ്സിനീൻ. ഇനി ഖതായാക്കും, അവിടെ വഖഫുണ്ട്. ജീം വഖഫ് ജായിസാണ്. ഇവരവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ നഗ്ഫിർ ലക്കും ഖതായാക്കും വ, ഖതായാക്കും വ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാക്കിനായ മീമിനും വാവ് വരികയാണ്. അപ്പം പ്രത്യേകം മീമിനെ വെളിവാക്കിയിട്ട് വാഴ്ക്കണം. ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ. അങ്ങനെ പറയേണ്ടതാണ്. നമുക്കിനി അടുത്ത ആയത്ത് നോക്കാം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون.
കണ്ടില്ലേ? فبدل الذين ظلموا قولا غير ഏതാ മഖാമ്? ഖൗലൻ ഗൈറ എന്ന് പറയുമ്പോൾ എന്താണത്? അവിടെ എന്തായിരിക്കും നിയമം? ആർക്കാ പറയാൻ കഴിയുക? ഖൗലൻ ഗൈറ. തൻവീനാണ്, തൻവീനിഷം ഗൈന് വന്നു. എന്തായിരിക്കും നിയമം? ഇദ്ഹാർ. മാഷാ അല്ലാഹ്, ഇദ്ഹാറാണ് നിയമം. ഖൗലൻ ഗൈറ ഗൈറല്ലദീ ഖീല ലഹും ഫഅൻസൽനാ. കണ്ടില്ലേ? ഖീല ലഹും ഫ, നമ്മളിപ്പം പറഞ്ഞ ഇദ്ഹാർ, സാക്കിനായ മീമിന്റെ ഇദ്ഹാർ. ഖീല ലഹും ഫഅൻസൽനാ. ഫഅൻസൽനാ ഫഅൻസൽനാ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിയമം? ഫഅൻസൽനാ. സുക്കൂനുള്ള നൂനിന് ശേഷം സായി വരികയാണ്. എന്തായിരിക്കും ആ നിയമം? ഫഅൻസൽനാ. മാഷാ അല്ലാഹ്, ജാറങ്കണ്ടി സാഹിബിന്റെ ക്യാമ്പിൽ ഖുർആനുണ്ട്. അതെ, ഇഖ്ഫ ആണ്. മാഷാ അല്ലാഹ്, ബലേബേഷ്. ഫഅൻസൽനാ. കണ്ടില്ലേ? സാക്കിനായ നൂനിന് ശേഷം സായി വന്നു. ഫഅൻസൽനാ. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇഖ്ഫാ ചെയ്യുമ്പോൾ സുക്കൂറിന്റെ ന്യൂന ശേഷം പിന്നെ ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ നമ്മൾ ഇഖ്ഫാ ചെയ്യുമ്പോൾ അവിടെ ഒരു ഷദ്ദിന്റെ അവസ്ഥ വരാതിരിക്കണം. ഷദ് വരാൻ പാടില്ല. ഫഅൻസൽനാ എന്നൊക്കെ പറഞ്ഞ് സായിരിക്ക് ഷദ് കൊടുക്കാൻ പാടില്ല. വളരെ സ്ലോ ആയിട്ട്, വളരെ മെല്ലെ ഉപയോഗിക്കണം. ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ്സമാ. കണ്ടില്ലേ? റിജ്സമ്മി. തൻവീന് ശേഷം മീമു വരികയാണ്. തൻവീന് ശേഷം മീ എന്ന ഹർഫ് വന്നു. നമ്മുടെ ഡെസ്കിൽ പിന്നെ ബഹുമാനപ്പെട്ട ജാറങ്കണ്ടിന്റെ ക്യാമ് നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും. റിജ്സമ്മി. കണ്ടില്ലേ? തൻവീന് ശേഷം മീമു വന്നു. എന്താ അവിടുത്തെ നിയമം? തൻവീന് ശേഷം മീമു വരുമ്പോഴുള്ള നിയമം എന്താ? രണ്ട് കലിമത്തിലായിട്ട് തൻവീനും മീമും രണ്ട് പദങ്ങളിലായി വന്നാൽ ഇദ്ഗാം ബിഗുന്ന. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാട്ടെ. വിഷയങ്ങൾ മനസ്സിലാകുന്നുണ്ട് വളരെ വേണ്ട രൂപത്തിൽ. റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَىٰ طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنبِتُ الْأَرْضُ مِن بَقْلِهَا فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. കണ്ടില്ലേ? ഇവിടെ ഖിലാബിന്റെ നിയമം വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഓതിയ ആയത്തിൽ അല്ലേ? മിമ്മ തുംബിതു. അവിടെ സുക്കൂറിന്റെ നൂനിന് ശേഷം ബാ വന്നപ്പോൾ ആ നൂനിന് എന്ത് ചെയ്യണം? മീമാക്കി മറിച്ച് മണിച്ചു ഓതണം. നമ്മൾ അങ്ങനെ ഓതിയിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് മൈക്കിൽ വന്ന് ഒന്ന് ഓതിത്തരണം. നിയമങ്ങളൊക്കെ സവിസ്തരം
മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരാവർത്തി ഓരോരുത്തരും നമുക്ക് കേൾക്കാനോ. ബഹുമാനപ്പെട്ട ജാറങ്കണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ ഖിറാഅത്ത് ആദ്യം കേൾക്കാം. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإنكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. صدق الله العظيم. السلام عليكم ورحمة الله. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ മനോഹരമായ ശൈലി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഉയർച്ചത്തിൽ ലാമ് പോയിട്ടുണ്ട് കേട്ടാ. ഫഇന്നക്കും മാ സഅൽതും എന്ന് പറയും. ഫഇന്ന ലക്കും എന്നുള്ള ലാമിനെ ഒഴിവാക്കി, മനഃപൂർവ്വം ഒഴിവാക്കി. ശ്രദ്ധ വിട്ടുപോയിട്ട് ശ്രദ്ധ പോയതായിരിക്കും. ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും അവിടെ ലാമ് ഒഴിവായി പോയിട്ടുണ്ട്. ഫഇന്നക്കും നോദിപ്പോയത്. ഏതായാലും മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. വളരെ റാഹത്തായിട്ട് നല്ല ശൈലിയിൽ നിയമങ്ങൾക്ക് വളരെ മനോഹരമായി പാലിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജാറങ്കണ്ടി ഓതിത്തന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ബഹുമാനപ്പെട്ട കാവഞ്ഞൂർ ഉസ്താദ് നമുക്ക് വേണ്ടി ഓതുന്നതാണ്. ഉസ്താദിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജാറങ്കണ്ടി ഉസ്താദ് അല്ലാന്ന് അറിയുന്നുണ്ടെങ്കിലും നല്ലൊരു ഉസ്താദ് തന്നെയാണ്. ഈ ഉസ്താദിന് വിളിക്കുന്ന ഞാൻ പേടിക്കൊന്നും വേണ്ട. ബർക്കത്ത് ചെയ്യട്ടെ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ മനോഹാരിത നിലനിർത്തി സന്തോഷകരമായ രീതിയിൽ പാരായണം ചെയ്യുവാനും അതുവഴി വലിയ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ഓതിയ ഭാഗം നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ അഹ്ലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ആരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെയൊക്കെയും ഹദ്റത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. അവരുടെയൊക്കെയും ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ഖുർആനിന്റെ മദതും ഷഫാഅത്തുമുള്ള ഖബർ ജീവിതം, ബർസഖിയായ ജീവിതമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തെ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആന്റെ ഷഫാഅത്തും വിശുദ്ധ ഖുർആന്റെ മദതും അതിന്റെ സഹായവും അതിന്റെ എല്ലാവിധ ഹെൽപ്പും നമുക്ക് നാളെ രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അവസാനം മരിക്കുന്ന സമയത്ത് കരിമ ചൊല്ലി പരിപൂർണ ഈമാനോടുകൂടി മുത്തുനബിയുടെ തിരു സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവിടുത്തെ തിരു ദർശനം കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി മരിക്കുന്ന അവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിലേക്ക് മുത്തുനബിയുടെ തൃക്കരങ്ങളാൽ അടുത്തു വെക്കപ്പെടുന്ന ചില ജനാസകളുണ്ട്. ആ ജനാസകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖബറിൽ വിശുദ്ധ ഖുർആൻ മറുപടി പറയുന്ന മുൻകർ നക്കീറിനോട് സംവദിക്കുന്ന ഒരവസ്ഥ ഖബറിൽ ഉണ്ടെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശുദ്ധ ഖുർആൻ ഉത്തരം പറയുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമാക്കി തരുമാറാവട്ടെ. നാളെ ബർസഖിയായ ജീവിതത്തിലുടനീളം മുത്തുനബിയുടെ ഷഫാഅത്തും അവിടുത്തെ കൗസറും അവിടുത്തെ മദതും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ ഷഫാഅത്ത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ വിട്ടുകിടന്ന് സ്വർഗീയ ആരാമത്തിൽ വെച്ച് അല്ലാഹുവേ നിന്റെ തൃക്കാഴ്ച കാണുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ശിഷ്യന്മാരെയും ഉസ്താദുമാരെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ കൂട്ടുകാരെയും സ്നേഹബന്ധ വിഭാവങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.